നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് വേക്കൻസിയിലേക്കാണ് നിയമനം നടത്തുവാൻ പോകുന്നത്. 14 ജില്ലകളിലായി 380ഓളം വേക്കൻസികളാണുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതാണ് കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ ഏറ്റവും മുകൾ ഭാഗത്തായി ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്നൊരു സെക്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു പേജിലേക്കായിരിക്കും പോവുക. നോട്ടിഫിക്കേഷൻ 7/2020 ആണ് അതിൻ്റെ നമ്പർ. അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് കാണാം: ആപ്ലിക്കേഷൻ ഫോം, ചലാൻ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ. ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി നോക്കാം. നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇത് സഹകരണ പരീക്ഷാ ബോർഡ് 3/11/2020 പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമാണ്. അതിന്റെ നമ്പർ വരുന്നത് 7/2020 ആണ്. ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് താഴെ പറയുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ ഒഴിവുള്ള ജൂനിയർ ക്ലർക്ക് തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് നൽകിയിരിക്കുന്നത്. ഓഫ്ലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അതിന്റെ അപേക്ഷാ ഫോം ആ ഒരു പേജിൽ തന്നെയുണ്ട്. ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് വിശദമായി പരിശോധിക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ആദ്യം പരിശോധിക്കാം. SSLC ആണ് അടിസ്ഥാന യോഗ്യത. അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അഥവാ JDC കൂടി പാസ്സായിരിക്കണം എന്നാണ് ഇത് നൽകിയിരിക്കുന്ന അടിസ്ഥാന യോഗ്യത. അപ്പോൾ SSLCയും JDCയും ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജില്ലയിലെ, അതായത് കാസർഗോഡ് ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കർണാടക സർക്കാർ നടത്തുന്ന JDCക്ക് പകരം കർണാടക സർക്കാർ GDC എന്നൊരു എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അത് പാസ്സായാലും അവർക്ക് JDCയുടെ ആ ഒരു തത്തുല്യമായ യോഗ്യതയായിരിക്കും അതിനും ഉണ്ടായിരിക്കുക. ഇത് കാസർഗോഡ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജില്ലയിൽ അപേക്ഷിക്കാൻ വേണ്ടിയുള്ള നിബന്ധന മാത്രമാണ്. അപ്പോൾ അവർക്ക് GDC പാസ്സായാലും മതി. JDCക്ക് പകരം SSLCയും GDCയും പാസ്സായാൽ മതി. GDC കർണാടക സർക്കാരിന്റെ കോഴ്സാണ്. അപ്പോൾ SSLCയും JDCയും പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല മറ്റു ചില യോഗ്യതയുള്ളവർക്ക് കൂടി ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom പാസ്സായ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയുള്ള ആളുകൾക്ക് HDC അതല്ലെങ്കിൽ GDC പാസ്സായാൽ മതി, അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന 2 കാറ്റഗറിയിലുള്ള ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ്ങിന്റെ BSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ SSLCയും JDCയും പാസ്സായ ആളുകൾക്കും അപേക്ഷിക്കാം. ഡിഗ്രിയും JDC അല്ലെങ്കിൽ HDC പാസ്സായ ആളുകൾക്കും അപേക്ഷിക്കാം. BCom സഹകരണം ഐച്ഛികമായി എടുത്ത് BCom പാസ്സായ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഈ പറയുന്ന കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ആൻഡ് ബാങ്കിങ് കാർഷിക സർവകലാശാലയുടെ BSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ SSLCയും JDCയും പാസ്സായ ആളുകൾക്ക് ഇതൊരു സുവർണ്ണാവസരമാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. 380ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒഴിവുകൾ അതാത് ജില്ലയിൽ ഏതൊക്കെ കോപ്പറേറ്റീവ് ബാങ്കുകളിലാണെന്ന് ഈ പറയുന്ന താഴെയുള്ള ഒരു ലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിന്റെ കാറ്റഗറി നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലായി 156 കോപ്പറേറ്റീവ് ബാങ്കുകളിലായിട്ടാണ് ഈ പറയുന്ന 380 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പ്രായപരിധി 18 വയസ്സ് തികഞ്ഞിരിക്കണം. മാത്രമല്ല 40 വയസ്സ് വരെയാണ് അതിന്റെ ഏജ് ലിമിറ്റ്. അപ്പോൾ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ കാൻഡിഡേറ്റ്സിന് ഒരു ബാങ്കിന് 150 രൂപയും തുടർന്ന് അപേക്ഷിക്കുന്ന ഓരോ ബാങ്കിനും 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസ് അടയ്ക്കണം എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് ഒരു ബാങ്കിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 50 രൂപയും പിന്നീട് അപേക്ഷിക്കുന്ന ഓരോ ബാങ്കിനും 50 രൂപ വീതവുമാണ് അടയ്ക്കേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ ഫോമിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ കാൻഡിഡേറ്റ്സിനെ ഒരു ബാങ്കിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 150 രൂപയും പിന്നീട് അപേക്ഷിക്കുന്ന ഓരോ ബാങ്കിനും 50 രൂപ വെച്ചുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത്തരത്തിൽ ടോട്ടൽ എമൗണ്ട് കണക്കാക്കി വേണം നിങ്ങൾ ആ ഒരു ടോട്ടൽ ഫീസ് അടയ്ക്കുവാൻ വേണ്ടിയിട്ട്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഒരു ബാങ്കിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 50 രൂപയായിരിക്കും ഫീസ്. പിന്നീട് അപേക്ഷിക്കുന്ന ഓരോ ബാങ്കിനും 50 രൂപ വീതം തന്നെയാണ് അവർ അടയ്ക്കേണ്ടത്. അത്തരത്തിൽ ആ ഫീസ്
കണക്കാക്കി വേണം നിങ്ങൾ ടോട്ടൽ പേയ്മെന്റ് നടത്താൻ. അല്ലാതെ ഓരോ ബാങ്കിനും വേണ്ടി ഓരോ പേയ്മെന്റ് നടത്തേണ്ടതില്ല. നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് ചലാൻ വഴിയോ അല്ലെങ്കിൽ DD വഴിയോ ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിന്റെ എമൗണ്ട് ഈ പറയുന്ന രീതിയിൽ കണക്കാക്കി ഒറ്റ DDയോ അല്ലെങ്കിൽ ഒറ്റ ചലാനോ മുഖേനയായിരിക്കണം നിങ്ങൾ അപേക്ഷ ഫീസ് അടയ്ക്കുവാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചലാൻ വഴി നേരിട്ട് അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത് CTS പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ DD മാത്രമേ പരീക്ഷാ ഫീസായി സ്വീകരിക്കുകയുള്ളൂ. മറ്റു ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് പരീക്ഷാ ഫീസായി സ്വീകരിക്കാത്തതും അതോടൊപ്പം തന്നെ അപേക്ഷ നിരസിക്കുന്നതുമാണ് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. അക്കൗണ്ടിൽ പണം അടച്ചതിന്റെ ചലാൻ റെസീറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതുമാണ് എന്ന് നൽകിയിട്ടുണ്ട്. അതായത് അതിന്റെ DDയുടെ ഒറിജിനൽ അല്ലെങ്കിൽ ചലാൻ റെസീറ്റിന്റെ ഒറിജിനൽ തന്നെ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് വേണം ഇതിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കുവാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 2/12/2020 അതായത് ഡിസംബർ 2 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി അത് അയക്കേണ്ട അഡ്രസ്സ് ഇതാണ്. അപേക്ഷകൾ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നിങ്ങൾക്ക് സെക്രട്ടറി, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ബിൽഡിംഗ്, ഓവർ ബ്രിഡ്ജ്, ജനറൽ പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഇനി നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പേജിൽ തന്നെ തിരിച്ചു വന്നാൽ ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു അപേക്ഷാ ഫോം. ഈ പറയുന്ന ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ വേക്കൻസിയിലേക്കുള്ള അപേക്ഷാ ഫോം ഇതാണ്. ഇവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകുക. മാത്രമല്ല നിങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുകയും അതിന്റെ ഫോട്ടോന്റെ താഴ്ഭാഗത്തായി മുഖം അറിയാത്ത രീതിയിൽ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ഫോട്ടോയുടെ മുകളിൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ കൂടി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് നൽകുക. കാരണം പരീക്ഷയുടെ അറിയിപ്പ് SMS വഴിയായിരിക്കും അറിയിക്കുക എന്നതിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എല്ലാം ഇവിടെ കറക്റ്റായി നൽകുക. അപ്പോൾ ഈ പറയുന്ന അപേക്ഷാ ഫോം വ്യക്തമായി വായിച്ചു നോക്കുക. ഈ ഒരു അപേക്ഷാ ഫോമിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് നൽകുക. ഇനി ഇവിടെയാണ് നിങ്ങളുടെ ഏതൊക്കെ ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെയാണ് നിങ്ങൾ നൽകേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ആ പറയുന്ന നോട്ടിഫിക്കേഷനിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ കാറ്റഗറി നമ്പറും എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ബാങ്കിന്റെ പേരുകളും സഹിതം ആ പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങളിവിടെ ഫില്ലപ്പ് ചെയ്യുക. അത്തരത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ബാങ്കുകളുടെ മൊത്തം എണ്ണം, ടോട്ടൽ എത്ര ബാങ്കുകളിലേക്കാണ് നിങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നതിന്റെ എണ്ണം നിങ്ങൾ ഇവിടെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നിങ്ങൾ അതിന്റെ എമൗണ്ട് കണക്കാക്കി ആ ഒരു ഫീസ് അടയ്ക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ DD വഴിയോ അല്ലെങ്കിൽ ചലാൻ വഴിയോ ആ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ കൂടി അപേക്ഷയോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ DDയോ ചലാൻ വഴിയോ നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ DDയുടെ അല്ലെങ്കിൽ ചലാൻ്റെ ഒറിജിനൽ കോപ്പി നിങ്ങൾ എന്തായാലും ഈ ഒരു അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അതിനോടൊപ്പം വെക്കണം. മാത്രമല്ല ഈ പറയുന്ന വയസ്സ് തെളിയിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത്തരത്തിൽ വിമുക്ത ഭടന്മാരാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, അത്തരത്തിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞ 21ാം സീരിയൽ നമ്പർ നൽകിയിരിക്കുന്ന ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ കൈവശമുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ കൃത്യമായി ഒരു അപേക്ഷയോടൊപ്പം വെക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷാ ഫോം അവർ സ്വീകരിക്കുകയുള്ളൂ. ഇനി ഇവിടെ അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ഫീസിന്റെ കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ 3 ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനെ 150 രൂപ ഒരു ബാങ്കിന് അടയ്ക്കണം. അതിനുശേഷമുള്ള ഓരോ ബാങ്കിനും 3 ബാങ്കാണെങ്കിൽ ആദ്യം 150 രൂപ ഒരു ബാങ്കിന്, പിന്നീടുള്ള 2 ബാങ്കുകളാണ് നിങ്ങൾക്കുണ്ടാകുക. അത്തരത്തിലാണെങ്കിൽ 50 രൂപ വീതം ആ 2 ബാങ്കുകൾക്ക്, അപ്പോൾ 100 രൂപയായി. അത്തരത്തിൽ 150ഉം 100ഉം ചേർത്ത് 250 രൂപയായിരിക്കും ജനറൽ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ നിങ്ങൾ 3 ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ഫീസ് വരുന്നത്. ഇനി നിങ്ങൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50 രൂപയാണ് ഒരു ബാങ്കിന് അടയ്ക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ 3 ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പിന്നീട് അപേക്ഷിക്കുന്ന ഓരോ ബാങ്കിനും SC ST കാൻഡിഡേറ്റ്സിന് 50 രൂപയാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് 3 ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാൻ 150 രൂപയായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട് എത്ര രൂപയായിരിക്കും ഫീസ് ആയിട്ട് വരിക എന്ന് ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എത്ര ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫീസ് ടോട്ടൽ എമൗണ്ട് കണക്കാക്കി ആ ഒരു എമൗണ്ടിന്റെ DD അല്ലെങ്കിൽ ചലാനാണ് നിങ്ങൾ ഫീസായി അടയ്ക്കേണ്ടത്. ഒറ്റ ചലാനോ ഒറ്റ DDയോ മതിയാവും. ഓരോ ബാങ്കിനും ഓരോ ചലാനോ ഓരോ DDയോ എടുക്കേണ്ടതില്ല. എത്ര ബാങ്കുകളിലേക്കാണ് അപേക്ഷിക്കുന്നത് അത് ഇതിൽ നൽകിയിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എമൗണ്ട് കണക്കാക്കുക. അത്തരത്തിൽ എമൗണ്ട് കണക്കാക്കി ആ ഒരു ടോട്ടൽ എമൗണ്ട് DDയോ അല്ലെങ്കിൽ ചലാനോ വഴി നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതിന്റെ കോപ്പി ഇതിനോടൊപ്പം വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറക്കരുത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ കറക്റ്റായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തുക. അപ്പോൾ 2 രീതിയിലാണ് അടയ്ക്കുക. ഒന്നുകിൽ ചലാൻ വഴിയോ അല്ലെങ്കിൽ DD വഴിയോ ആണ്. അപ്പോൾ ചലാൻ വഴിയാണ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു ചലാന്റെ ഫോം ഇവിടെ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ ചലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക.
ഇത് ഫെഡറൽ ബാങ്ക് വഴി ചലാനായി ഫീസ് അടയ്ക്കുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ചലാനാണിത്. ഫെഡറൽ ബാങ്കിൽ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലാണ് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്ത് ബാങ്കിൽ നിന്നും ഫില്ലപ്പ് ചെയ്ത് ചലാൻ അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി ഫെഡറൽ ബാങ്ക് വഴിയാണ് നിങ്ങൾ ചലാൻ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതേ പേജിൽ തന്നെ മറ്റൊരു ചലാൻ്റെ ഫോം കൂടി അവർ നൽകിയിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനായി ഈ രണ്ടാമത്തെ ചലാൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ചലാനായിരിക്കും ഓപ്പൺ ആയി വരിക. നിങ്ങളുടെ പ്രദേശത്തെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ വഴി അടയ്ക്കുവാൻ ഉപയോഗിക്കേണ്ട ചലാൻ്റെ ഫോമാണിത്. അപേക്ഷാ ഫീ ചലാൻ്റെ ഫോമാണിത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സമീപത്തെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നാണ് നിങ്ങൾ ചലാൻ വഴി ഫീസ് അടയ്ക്കുന്നതെങ്കിൽ ഈ പറയുന്ന അപേക്ഷാ ഫോം ഉപയോഗിക്കാവുന്നതാണ്. ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ ചലാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നാണ് നിങ്ങൾ ചലാൻ വഴിയാണ് ഫീസ് അടയ്ക്കുന്നതെങ്കിൽ മാത്രം ആ ഒരു ചലാൻ്റെ കോപ്പികൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക. അതല്ല നിങ്ങൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയോ ബ്രാഞ്ചുകളിൽ നിന്നാണ് നിങ്ങൾ ഫീസ് അടയ്ക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് DD അടച്ചാൽ മതിയാവും. അത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ, അതായത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ സെക്രട്ടറിയുടെ പേരിൽ തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത് മാറുവാൻ കഴിയുന്ന രീതിയിലുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിരിക്കണം എന്നും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ വളരെ വ്യക്തമായി വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം അപേക്ഷാ ഫോം ഫില്ലപ്പ് ചെയ്യുകയും ഈ പറയുന്ന അപേക്ഷാ ഫീസ് അടയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുവാനുള്ളത്. ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന്, അതായത് ഡിസംബർ 2 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഈ പറയുന്ന അപേക്ഷകൾ പോസ്റ്റിലായി ഈ ഒരു അഡ്രസ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. കാരണം കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. SSLCയും JDCയും കഴിഞ്ഞ ആളുകൾക്കും ഇതൊരു സുവർണാവസരമാണ്. മാത്രമല്ല BCom അത്തരത്തിലുള്ള ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അതോടൊപ്പം ഈ പറയുന്ന JDC പാസ്സായിട്ടുണ്ടെങ്കിൽ അതും മതിയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുക. എന്നതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. മാത്രമല്ല ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ അറിയിക്കുക. അതിനായി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.